ഒരു ദൈവാനുഭവം ഉണ്ടാവാൻ ആഗ്രഹിക്കുന്നുണ്ടോ? ഉണ്ടെങ്കിൽ ഇതാ ഞാൻ എളുപ്പവഴി പറഞ്ഞുതരാം. ഇന്ന് വരെ അനുഭവിച്ചിട്ടില്ലാത്തതുപോലെ യേശുവിനെ അനുഭവിക്കും. ഞാൻ പറയുന്ന ഈ കുഞ്ഞു കാര്യം ചെയ്താൽ മതി, ചെറിയ കാര്യം. ഒന്ന്, പുറം ലോകത്തെ മറക്കുക. പ്രാർത്ഥിക്കുമ്പോ വെളിയിൽ എന്റെ അടുത്തൊരാൾ നിപ്പുണ്ടെന്ന് ഓർക്കുകയും ചെയ്യരുത്. വെളിയിൽ ഒരാൾ നിപ്പുണ്ടെന്ന് ചിന്തിക്കുകയും ചെയ്യരുത്. ഞാനും എന്റെ കർത്താവും മാത്രമേ ഉള്ളൂ. ബുദ്ധി എടുത്ത് തോട്ടിലെറിയുക. ഈ ബുദ്ധിയാണ് ഈ പ്രശ്നമെല്ലാം ഉണ്ടാക്കുന്നത്. ബുദ്ധിമാന്മാരിൽ നിന്നും വിവേകികളിൽ നിന്നും മറച്ചു വെച്ച് ശിശുക്കൾക്ക് വെളിപ്പെടുത്തുന്ന ദൈവമാണ്. ഒരുപാട് ബുദ്ധിയൊന്നും വേണ്ട, അതങ്ങെടുത്ത് കളഞ്ഞേക്കുക. കർത്താവ് പറയുന്നത് കണ്ണും പൂട്ടി വിശ്വസിക്കുക. എന്നിട്ട് കർത്താവിനോട് പ്രാർത്ഥിക്കുക. പ്രാർത്ഥിക്കുമ്പോ ദൈവാനുഭവം ഉണ്ടാവാൻ പറയുകയാണ്. പ്രാർത്ഥിക്കുമ്പോ അടുത്തൊരാൾ നിപ്പുണ്ടെന്ന് ചിന്തിക്കുകയേ ചെയ്യരുത്. കണ്ണടച്ചോണം. എന്നിട്ട് സ്വതന്ത്രമായിട്ട് അങ്ങ് ആരാധിക്കണം. ദൈവാനുഭവം ഉണ്ടാവണമെങ്കിൽ ശ്രദ്ധിച്ചോളുക, പഞ്ചേന്ദ്രിയങ്ങളെ അടയ്ക്കണം. ഈ ശരീരത്തെ മറന്നാൽ ആത്മാവ് ജ്വലിക്കും. അതുകൊണ്ട് ആരാധിക്കുന്ന സമയത്ത് എല്ലാം മറന്നോണം. ദൈവം